നല്ല മഴയും നല്ലൊരു ചൂട് ചായയും അതിൻ്റെ കൂടെ നല്ല ക്രിസ്പി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൂടെ കിട്ടിയാണെങ്കിൽ വളരെ നല്ലതാണല്ലേ. അപ്പോൾ നമുക്ക് ചൂട് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇനി കോൺഫ്ലോർ കയ്യിലില്ല എന്നുള്ളവർക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കേണ്ട, മൈദ മാത്രം ഉപയോഗിച്ചാൽ മതി. ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇനി ചില്ലി ഫ്ലേക്സ് എരിവ് തോന്നുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട. ഇനി ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെങ്കിൽ നമ്മുടെ ചുമന്ന മുളക്, ഉണക്കമുളക് ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്താലും മതി. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ വേണം നമുക്കിതൊന്ന് കലക്കിയെടുക്കാൻ. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2 നേന്ത്രപ്പഴമാണ് വേണ്ടത്. ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് സൗത്ത് ഇന്ത്യൻ ബനാനയാണ്, കേരളത്തിൽ മാത്രം കിട്ടുന്ന ഒരു പഴം. അപ്പോൾ നമുക്കിത് ഒന്ന് 2 പീസാക്കി ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ 2 പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴത്തൊലി വേണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്കിത് എടുത്ത് ഇളക്കി കളയാം. അപ്പോൾ ഞാനിത് പഴത്തൊലിയും കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നീളത്തിൽ സ്ലൈസാക്കി നമുക്കിതൊന്ന് എടുക്കണം. ഇപ്പോൾ ഒരേ ഷേപ്പിൽ ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കുമ്പോഴും ഒരേ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് നീളത്തിൽ സ്ലൈസാക്കി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ മാവെല്ലാം ഓരോ പീസിലും വരത്തക്ക വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ പഴത്തിൻ്റെ ഓരോ പീസുകളൊന്നും മുറിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ മിക്സ് ചെയ്ത പീസ് നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് സ്ലൈസ് ഒന്ന് മിക്സിയിൽ നിന്ന് പൊടിച്ച് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. നമുക്കിനി ആ പീസുകളിലെല്ലാം ഒരു കോട്ടിങ് ആവത്തക്ക വിധത്തിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഇങ്ങനെ ബ്രെഡ് ക്രംസ് ഒന്ന് പുരട്ടിയിട്ട് നമ്മൾ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ഇളകി പോകാതെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയിൽ ഇളകി വീണിട്ട് എണ്ണ കേടാകുകയുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള പീസെല്ലാം ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ബാക്കിയുള്ളതെല്ലാം ഞാനിങ്ങനെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തു. ഇനി നമുക്കിതിന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കത് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ടിത് കോരി മാറ്റാവുന്നതാണ്. ഇനി ഇട്ട് കൊടുക്കുന്ന ഉടനെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കരുത്. ഇട്ട് കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം സ്പൂൺ കൊണ്ടൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് റോൾ ഷേപ്പ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അങ്ങ് ഇളക്കി കൊടുക്കണ്ട. സ്പൂൺ കൊണ്ടൊന്ന് നമ്മൾ ആ എണ്ണയിലൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കുമ്പോൾ തന്നെ ഇത് ഒന്ന് ഇളകി അതിൻ്റെ എല്ലാ സൈഡും ഒരേ രീതിയിൽ നമുക്ക് ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ഇളക്കി നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ പഴംപൊരി കഴിച്ച് മടുത്തവർക്കൊക്കെ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ഇഷ്ടപ്പെടും. നമുക്ക് കണ്ടിന്യൂസ് അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത്ര വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ മഴയത്ത് ഇങ്ങനെ ചൂടോടെ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് കൂടെ ആണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. ഹൈജീനിക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് എല്ലാ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴ ആയതുകൊണ്ട് തന്നെ അസുഖങ്ങളൊന്നും വരാതെ സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതേ രീതിയിൽ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ബാക്കിയുള്ളത് ഞാനിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ
കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെടും. പഴംപൊരി ഇഷ്ടപ്പെടാത്തവരാരാണല്ലേ? എല്ലാവർക്കും പഴംപൊരി ഇഷ്ടമാണ്, എൻ്റെയും ഫേവറേറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി വെക്കും. വളരെ ക്രിസ്പിയാണ്. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ എല്ലാവരും തയ്യാറാക്കി കഴിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് മുറിച്ചെടുക്കുമ്പോൾ ഇത് ഉൾഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഡിഷായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.